ഹലോ വെൽക്കം ടു നെഗൽ ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തിയറി ആയിരിക്കും നോക്കാം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ചാർജ് തമ്മിലുള്ള സ്റ്റേഷനറി ചാർജ്, അതായത് വെറുതെ ഇരിക്കുന്ന ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകണം. ഓക്കെ, ഫസ്റ്റത്തെ സംഭവം മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്ലാസ്റ്റിക്കും ഫറും കൂടെ റബ്ബ് ചെയ്യുന്ന വിചാരിക്കാം, അല്ലെങ്കിൽ സിൽക്കും ഗ്ലാസ് റോഡും കൂടെ റബ്ബ് ചെയ്യുമെന്ന് വിചാരിക്കാം. അപ്പം ആ സാഹചര്യത്തിലൊക്കെ ആര് പോസിറ്റീവ് ആകും, ആര് നെഗറ്റീവ് ആകും? കാണാതെ പഠിച്ചു വെച്ചോളണം. പ്ലാസ്റ്റിക്കും ഫറും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് നെഗറ്റീവ്, അപ്പോൾ ഫറ് പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഗ്ലാസ് റോഡും അതേപോലെ തന്നെ ഗ്ലാസ് റോഡും പിന്നെ സിൽക്കും കൂടെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സിൽക്ക് നെഗറ്റീവ് ആയിരിക്കും. അത്രയും മാത്രം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും സിൽക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സിൽക്ക് നെഗറ്റീവ്, പിന്നെ ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തത്, ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗ്ലാസ് റോഡും സിൽക്കും കൂടെ ആണെങ്കിൽ സിൽക്ക് നെഗറ്റീവ്, പ്ലാസ്റ്റിക്കും ഫറും കൂടെ ആണെങ്കിൽ പ്ലാസ്റ്റിക് നെഗറ്റീവ്. അത്രയും മനസ്സിലാക്കി വെച്ചോളൂ. അത്ര ഉള്ളതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് ചാർജിൻ്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചാർജിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് കാണാതെ പഠിച്ചോണം. ഫസ്റ്റത്തെ ക്വാണ്ടിസേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റത്തെ ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ്, പിന്നെ കൺസർവേഷൻ ഓഫ് ചാർജ്, ചാർജസ് കൺസേർവ്ഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇതാണ് മൂന്നെണ്ണമുള്ളത്. ക്വാണ്ടിസേഷൻ, ചാർജസ് കൺസേർവ്ഡ്, പിന്നെ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഇതാണ് അതിനകത്ത് മൂന്നെണ്ണമായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് നോക്കാം. ക്വാണ്ടിസേഷൻ ഓഫ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കയ്യിലൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ചാർജ് ശരിക്കും പറഞ്ഞാൽ കുറേ ഇലക്ട്രോൺസ് കൂടി ചേർന്നായിരിക്കുമല്ലോ. ചാർജ് ഉണ്ടാവുന്ന അങ്ങനെയല്ല, ഇലക്ട്രോൺസ് കൂടി ചേർന്നിട്ടല്ല. അപ്പോൾ എപ്പോഴും ഇലക്ട്രോൺസ് കൂടി ചേർന്നിട്ട് ഉണ്ടായത് കൊണ്ട് തന്നെ അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കില്ലേ. അല്ലാതെ എൻ്റെ കയ്യിലൊരു ചാർജ് ഉണ്ട്, അതിൽ ഒരു 11.5 അല്ലെങ്കിൽ 11.5 ഇലക്ട്രോൺസ് ഒന്നും വരില്ലല്ലോ. ഇലക്ട്രോൺസ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമെന്നില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചാർജിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒരു ഇൻറ്റീജർ ആയിരിക്കും. അത്രേ ഉള്ളൂ. അത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചാർജ് ഒരു ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ചാർജ് ഓഫ് എ ബോഡി ഈസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. അങ്ങനെ എഴുതിയേക്കുന്നത്. അക്കോർഡിംഗ് ടു ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, ചാർജ് ഓഫ് എ ബോഡി ഈസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് എന്നറിയാം. അത്രേ ഉള്ളൂ. നമ്മുടെ ഉള്ള ചാർജ് ഒരു ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ, അതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, Q = ± NE. അതായത് നമ്മുടെ ഉള്ള ചാർജ് ഒരു ഇലക്ട്രോണിക് ചാർജിനെ N കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് ചാർജസ് കൺസേർവ്ഡ് എന്നാണ്. ചാർജസ് കൺസേർവ്ഡ് എന്ന് വെച്ചാൽ ചാർജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അല്ലെങ്കിൽ ഇവിടെ എഴുതുന്ന സെൻറ്റൻസ് പറയാം, ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അവിടുത്തെ ചാർജ് മാറില്ല. നമ്മൾ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ ചാർജ് എപ്പോഴും എന്തായിരിക്കും? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എപ്പോഴും എന്തായിരിക്കും? അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മളതിന് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണമെങ്കിൽ, ഒരു സൈഡിൽ നിൽക്കുവാണെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്ന് പറഞ്ഞാൽ മതി. ഇതറിയാവുന്നതാണ്. ഈ അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ അടുത്തൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സർഫസിലുള്ള ടോട്ടൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോരോ ചാർജിൻ്റെയും കൂടെ സമ്മായിരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പം എൻ്റെ സർഫസിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഒരു 10 കൂളോം ഉണ്ടെന്നിരിക്കും, ഇപ്പുറത്ത് 2 കൂളോം ഉണ്ടെന്നിരിക്കും. ഇതിന് ടോട്ടൽ ചാർജ് എത്രയായി? 10 + 2 12 ആയിരിക്കും. അത്രേ ഉള്ളൂ. ജസ്റ്റ് അത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യും, 12 കൂളോമ്പ് കിട്ടും. ഈ നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു സ്ഥലത്തൊരു 10 കൂളോമ്പാണ്, ഇപ്പോഴത്തെ ഒരു -3 കൂളോമ്പാണ്. അപ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 + -3 7 കൂളോമ്പായിരിക്കും. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ചാർജ് 7 കൂളോമ്പായിരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ ഒരു സമ്മായിരിക്കും. ദ ടോട്ടൽ ചാർജ് ഓൺ എ സർഫസ് ഈസ് ദ ഓൾജിബ്രായിക് സം ഓഫ് ഇൻഡിവിജ്വൽ ചാർജസ്. ഈ ഓൾജിബ്രായിക് സം എന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു മാത്രമേ ഉള്ളൂ. വലിയ സംഭവം എന്ന് പറയാം. അടുത്തത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കും 4ാമത്തെ ക്വസ്റ്റ്യനിൽ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് അത് തന്നെ, ചാർജ് ഈസ് ഗിവൻ ചാർജ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ് എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്ക്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE. N എന്തായിരിക്കും? ഒരു നമ്പർ ആയിരിക്കും. 1 2 3 4 5 6 നമ്മൾ പറഞ്ഞിരുന്നു ഇൻഡിജർ ആണെന്നല്ലോ. ഓക്കെ, അങ്ങനെ അടുത്ത പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. പിന്നെ പഠിക്കേണ്ടത് കൂളോംസിലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? പ്ലാസ്റ്റിക്കും ഫറും കൂടെ റബ്ബ് ചെയ്ത പ്ലാസ്റ്റിക് നെഗറ്റീവ്, ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ സിൽക്ക് നെഗറ്റീവ്, മറ്റുള്ളവർ പോസിറ്റീവ്. പിന്നെ ചാർജിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. ചാർജിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? മറ്റേ ക്വാണ്ടൈസേഷൻ, ഇൻഡിജർ മൾട്ടിപ്പിൾ ആണെന്നുള്ളത്, പിന്നെ കൺസർവേഷൻ, ചാർജ് നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. മൂന്നാമത്തെ അഡിറ്റിവിറ്റി. അഡിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്നൊരു ചോദ്യമേ അല്ല കേട്ടോ, ഒന്ന് ചിന്തിക്കണം. ഭയങ്കര സിമ്പിൾ ചോദ്യങ്ങളാണ് അതൊക്കെ. അടുത്ത 7ാമത്തെ കൂളോംസ് ലോ. കൂളോംസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൂളോംസ് ലോ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അടുത്ത് 2 ചാർജ് ഉണ്ടെന്നിരിക്കും. ഓക്കെ, 2 ചാർജ് ഉണ്ടെന്നിരിക്കും. നമുക്കറിയാം ഈ എന്താണ് ലൈക്ക് ചാർജസ് അട്രാക്ട്, ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലൈക്ക് ചാർജസ് റിപ്പലും അൺലൈക്ക് ചാർജസ് അട്രാക്റ്റും. അപ്പോൾ ഇവർ അട്രാക്ട് ചെയ്യും റിപ്പൽ ചെയ്യുന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത്. പക്ഷേ എന്തോരം അട്രാക്ട് ചെയ്യും, എന്തോരം റിപ്പൽ ചെയ്യും, അവർ ഫോഴ്സിൻ്റെ അളവ് എത്രയാണ്, ഇതൊന്നും നമുക്കറിയാൻ പാടില്ല. അത് പഠിക്കുന്നതാണ് ഇവിടെ കൂളോംസ് ലോ. അത് പഠിക്കാനുള്ള സ്ഥലമാണ് കൂളോംസ് ലോ, അല്ലെങ്കിൽ അതാണ് പ്ലസ് 2 നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ കൂളോംസ് ലോ ഇത്രേ പറയുന്നുള്ളൂ. ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ, അത് ആ 2 ചാർജിൻ്റെ പ്രൊഡക്റ്റിന് പ്രപ്പോർഷനിലാണ്. ഓക്കെ, രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിന് പ്രപ്പോർഷനിലായിരിക്കും. ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് അവർ തമ്മിലുള്ള ദൂരത്തിന്, അതിൻ്റെ സ്ക്വയറിന്, ദൂരത്തിൻ്റെ സ്ക്വയറിന് അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലായിരിക്കും. ദൂരം കൂടിയാൽ ഫോഴ്സ് കുറയും. അത് ലോജിക്കലാണല്ലോ. 2 സാധനങ്ങൾ തമ്മിലുള്ള ദൂരം കൂടി കഴിയുമ്പോൾ തമ്മിൽ ഫോഴ്സ് കുറയും. സോ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ between 2 stationary electric charges is directly proportional to the product of their charges and inversely proportional to the square of the distance between them. ഓക്കെ, ഇതാ പറയണത്. അതായത് അവരുടെ ചാർജിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്, അവർ തമ്മിലുള്ള ദൂരത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും, അതിൻ്റെ സ്ക്വയറാണ്. എന്നിട്ട് ആ ഇക്വേഷൻ കാണാൻ പഠിക്കുക. F is equal to 1/4πε0 Q1 Q2 by R square ആണ് ഇക്വേഷൻ. F is equal to 1/4πε0 Q1 Q2 by R square എന്നിട്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ. 2 ചാർജ് എടുത്തെടുത്ത് വെച്ച് ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഈ 1/4πε0 ഇവിടുത്തെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. F is equal to 1/4πε0 അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ഒന്ന് കാണാതെ പഠിച്ച് വെച്ചോളണം. എന്താ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒരു 9 × 10⁻⁹ എന്നുള്ളതാണ്. ഒരു 9 × 10⁻⁹ കാണാൻ പറ്റുന്നില്ലേ ആ 8ാമത്തെ ക്വസ്റ്റ്യനിൽ? ആ 8ാമത്തെ ക്വസ്റ്റ്യനിൽ കാണുന്ന ഈ 9 × 10⁻⁹ ആണ് എന്ത്? ഈ 1/4πε0 വാല്യൂ. അത് 9x അല്ല, 9 × ആണ്. അതാണ് 1/4πε0 വാല്യൂ. ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ആ കോൺസ്റ്റൻ്റ് വാല്യൂ പറഞ്ഞ 9 × 10⁻⁹ ആണ്. അത് കാണാൻ പഠിക്കുക. ബാക്കിയുള്ള Q1 Q2 ഒക്കെ എന്താ? Q1 ഉം Q2 ആ 2 ചാർജ്. R എന്താ? അവർ തമ്മിലുള്ള ദൂരം. അത്രയും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ അടുത്തത് പ്രോബ്ലം എളുപ്പം ചെയ്യണമെങ്കിൽ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ രണ്ടും കൂടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാർജ് ചെയ്യുന്ന സമയത്ത് there is a change in mass of a body. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നിരിക്കും. ഫോൺ ചാർജ് ചെയ്യുകയാണെങ്കിൽ അവിടെ ബോഡിയുടെ മാസ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട്. കാരണം ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവും. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമല്ലോ. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. ഇപ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ഒന്നിലേക്ക് കൂടുതലായിട്ട് വന്നു, അല്ലെങ്കിൽ കുറവ് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരില്ലേ? ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇലക്ട്രോണിൻ്റെ മാസ് നമുക്ക് കിട്ടി, ഇപ്പോൾ മാസ് കൂടി. ഇലക്ട്രോൺസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ മാസ് നമ്മുടെ നിന്ന് കുറഞ്ഞു. ചെറിയ കുറവേ ഉണ്ടാവുള്ളൂ. ഇലക്ട്രോൺ അല്ലേ, അതിനൊട്ടും മാസില്ല, ഭയങ്കര സൈസ് കുറവാണ്. പക്ഷേ അത്രയും വ്യത്യാസം ഉണ്ടാകും.
അത് മനസ്സിലാക്കുക. അപ്പോൾ ചേഞ്ച് ഇൻ മാസ് ഉണ്ട്. പിന്നെ അടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ നമുക്ക് 2.5 ഇലക്ട്രോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നു. നടക്കില്ല. 2.5 ഇലക്ട്രോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഇലക്ട്രോൺ നമുക്കിങ്ങനെ അര ഇലക്ട്രോൺ ഒന്നും പറ്റില്ല. ഇൻഡിജർ മൾട്ടിപ്പിൾ ആയിരിക്കണം അത് എപ്പോഴും ഒരു ഇൻഡിജർ മൾട്ടിപ്പിൾ ആയിരിക്കണം. അതുകൊണ്ട് 2.5 ഇലക്ട്രോൺ നടക്കുന്ന കേസല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചാർജ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ ചാർജസ് ക്രിയേറ്റ് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പുതിയ ചാർജ് ഒന്നും ഉണ്ടാവണില്ല. ചാർജ് ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. പുതിയ ചാർജ് ഒന്നും ഉണ്ടാവണില്ല. ജസ്റ്റ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം മാത്രമേ ഉള്ളൂ. പുതിയ ചാർജ് ഒന്നും ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ അത് ഫോൾസ് ആണ്. പുതിയ ചാർജ് ഉണ്ടാവണമെന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് സിയിൽ ഇല്ല. പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് ചാർജ് തമ്മിൽ ഉള്ളൊരു ഫോഴ്സ്, അതിൻ്റെ ഇടയിലേക്ക് രണ്ട് ചാർജിന് വെക്കാമെന്നിരിക്കാം. അവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു മീഡിയം വെക്കാമെന്നിരിക്കാം. എന്തെങ്കിലും ഒരു സാധനം എടുത്തിൻ്റെ ഇടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കുറയും. ഫോഴ്സ് കുറയും കേട്ടോ, ഉറപ്പായിട്ടും കുറയും. മനസ്സിലാക്കി വെച്ചേക്കുക, ഫോഴ്സ് കുറയും. ആ ഫോഴ്സ് കുറയുന്നതിന് ഒരു നമ്പറും കൂടെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ രണ്ട് ചാർജും രണ്ട് ചാർജ് അവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു 10 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചു. നമ്മളതിൻ്റെ ഇടയിലേക്ക് ഒരു 2 എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒരു സാധനം വെക്കുകയാണ്. ഓക്കെ, ഈ നമ്മളതിൻ്റെ ഇടയിലേക്ക് വെക്കുന്ന സാധനങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട്. നമ്മളതിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. എന്തോ ആട്ടങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. ഇപ്പം 2 എന്ന് പറയുന്ന വാല്യൂ ഉള്ള ഒരു ഡൈഇലക്ട്രിക് അതിൻ്റെ ഇടയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഫോഴ്സ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ പകുതി ആയിരിക്കും. ആ ഡിവൈഡ് ബൈ 2 വരെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. 10 നമ്മുടെ ആദ്യത്തെ ഫോഴ്സ് എന്ന് വിചാരിക്കാം. ആ 10 ഫോഴ്സ് ഉള്ളതിൻ്റെ ഇടയിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ ഉള്ളൊരു മെറ്റീരിയൽ വെച്ചു. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളൊരു മെറ്റീരിയൽ വെച്ചു. ഒരു മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ പുതിയ ഫോഴ്സ് എത്രയായിരിക്കും? 10 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സംഭവം. അടുത്തത് ഇത്രേ ഉള്ളൂ, നമ്മൾ ട്രൂ ഓർ ഫോൾസ് പറഞ്ഞത്. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർജ് അതിന് ചുറ്റും എത്ര ദൂരം വരെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു വൈഫൈ ഒക്കെ പോലെ, ഇപ്പോൾ ഒരു വൈഫൈക്ക് ചുറ്റും എത്ര ദൂരം നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മുടെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജിന് ചുറ്റും എത്ര ദൂരം വരെയാണ് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകുക. കാരണം ഇതിന് ബാക്കിയുള്ളതിനൊക്കെ പിടിച്ച് വലിക്കാൻ പറ്റണമല്ലോ. ബാക്കിയുള്ള ചാർജസിനെ വലിക്കുകയോ അല്ലെങ്കിൽ അതിനെ റിപ്പൽ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് ചുറ്റും എത്ര ദൂരം വരെയാണ് നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ എഫക്റ്റ് കിട്ടുക എന്നുള്ളതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ റീജിയൻ അറൗണ്ട് ദ ചാർജ് വെയർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ് എന്നുള്ളതാണ്. ഇതിന് ഇക്വേഷൻ പഠിച്ചുകൊണ്ടും E = F/Q. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അത് ഏകദേശം അത് എപ്പോഴും ഒരു ഇൻ്റർചേഞ്ച്ഡായിട്ട് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഒരു സംഭവം, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേറൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ചില സമയത്ത് രണ്ടും ഇലക്ട്രിക് ഫീൽഡ് തന്നെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കാൻ, ഒരു സ്ഥലത്ത് ഞാനൊരു 1 കൂളോമ്പ് വെക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ചോളാം, ഒരു 1 കൂളോമ്പ് വെക്കുകയാണെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. ഓക്കെ, സെൻറ്റൻസ് ആയിട്ടില്ല, സെൻറ്റൻസ് മനസ്സിലാക്കുക. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. അതായത് ഒരു സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ കൊണ്ടുപോയി ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളോമ്പ് കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കാം. അവിടെ അത് വെക്കുമ്പോൾ അതിനനുഭവപ്പെടുന്ന ഫോഴ്സ് ആണെന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ P എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടെന്ന് അറിയാം. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ്? ഞാൻ അവിടെ കൊണ്ടുപോയി ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ചാൽ അതിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണെന്ത്? ആ പോയിന്റിനുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ് ഈ കൊടുത്തതാണ്. E = F/Q. 10ാമത്തിൻ്റെ താഴെയുള്ള E = F/Q ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് മാറ്റി മാറ്റി പറയുന്നതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരേ സാധനം പോലെ പറയണം. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ.
ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് പറയാം, അല്ലെങ്കിൽ V/m വോൾട്ട് പെർ മീറ്റർ എന്ന് പറയും. ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് പറയും, അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ എന്ന് പറയും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. കാണാൻ പഠിച്ചോളാം. എന്തുകൊണ്ട് ഈ ന്യൂട്ടൺ പെർ കൂളോംബ് വന്നേന്ന് നോക്കാം. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? F/Q അറിയാം. F/Q അറിയാം. അപ്പോൾ ഈ എഫിൻ്റെ യൂണിറ്റ് എന്താണ്? എഫിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്, ആണല്ലോ. എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. പിന്നെ ക്യൂവിൻ്റെ യൂണിറ്റോ? കൂളോംബ്. ക്യൂ ചാർജ് അല്ല, ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബാന്ന് നമുക്കറിയാമല്ലോ. ചാർജിൻ്റെ യൂണിറ്റ് കൂളോംബാണ്. അപ്പോൾ ഈയുടെ യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ പെർ കൂളോംബ് ആയിരിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ ന്യൂട്ടൺ പെർ കൂളോംബ് വന്നത്. പിന്നെ വോൾട്ട് പെർ മീറ്റർ നമുക്ക് കണ്ടുപിടിച്ചോളാം, കാരണം വോൾട്ടൊക്കെ അടുത്ത ചാപ്റ്ററിൽ പഠിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ നോക്കുന്നില്ല. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും അങ്ങനത്തെ ഒരു ലൈൻ ഇല്ല, ഇമാജിനറി ലൈൻസ് ആണ്. അതായത് നമ്മുടെ ചാർജിൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ അത് എങ്ങോട്ടേക്ക് പോകും എന്നുള്ള പാത്ത് നമ്മൾ വരച്ചു വെക്കും. ആ പാത്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഇതിനകത്ത് എഴുതിയേക്കുന്ന ഓർഡറിലല്ല പറയാം, ജസ്റ്റ് ആ ഓർഡർ മനസ്സിലാക്കുക. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. ഫസ്റ്റത്തെ പോയിന്റ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിലേക്ക് അവസാനിക്കും. ഓക്കെ, ഇനി പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിലാണല്ലോ അവസാനിക്കുന്നത്. അപ്പോൾ പോസിറ്റീവിൽ നിന്ന് അത് പുറത്തേക്കായിരിക്കും, പക്ഷെ നെഗറ്റീവിൽ അത് എങ്ങനെയായിരിക്കും? അകത്തേക്കായിരിക്കും. അപ്പോൾ സോ ഇൻ പോസിറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഔട്ട്വേർഡ്സ് ആൻഡ് ഇൻ നെഗറ്റീവ് ചാർജ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ റേഡിയലി ഇൻവേർഡ്സ്. രണ്ടാമത്തെ പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ്, ഇവർ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യൂല. ദ ഡു നോട്ട് ഫോം ക്ലോസ് ലൂപ്സ്. കാരണം ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി അത് തിരിച്ചു വരണം. തിരിച്ചു വരലില്ല. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, വീണ്ടും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു വരയില്ല. അതുകൊണ്ട് ഒരു ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യില്ല. പിന്നെ വേറെ നാലാമത്തെ കാര്യം, നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഡയറക്ഷൻ വേണമെന്ന് വിചാരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ബേസിക്കലി ഒരു ഫോഴ്സ് പോലെയാണല്ലോ, ഒരു ഫോഴ്സ് പോലെയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് നമുക്കൊരു ഡയറക്ഷൻ വേണമെന്ന് വിചാരിക്കാം. ഫോഴ്സിന് ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിനും ഉണ്ട്. ഡയറക്ഷൻ വേണ്ടിക്ക് ഇത്രയും ചോദിച്ചാൽ മതി, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് വരയ്ക്കുക, തൊടുവര എന്നൊക്കെ പറയും. ആ ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ഷൻ കിട്ടാനായിട്ട് ഇത്രയും ചോദിച്ചാൽ മതി, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഓക്കെ, ഇതാണ് നാലാമത്തെ പോയിന്റ്. ഇനി ലാസ്റ്റത്തെ പോയിന്റ് ഇത്രേ ഉള്ളൂ, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. കാരണം കൂട്ടിമുട്ടിയാൽ അവിടെ രണ്ട് ഡയറക്ഷൻ വരും. കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഇല്ല, അവിടെ രണ്ട് ഡയറക്ഷൻ വരും. രണ്ട് ഡയറക്ഷൻ പോസിബിൾ അല്ല, അതുകൊണ്ട് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പം അത്രയും മനസ്സിലാക്കുക. ഇതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് പുറത്തേക്കാണ്. ഓക്കെ, പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ടൈപ്പാണ്. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ആ പോസിറ്റീവ് ചാർജ് വരച്ചിട്ട് പുറത്തേക്ക് ആരോസ് വരയ്ക്കാം. ഇപ്പം ഇതിനകത്ത് കാണുന്ന പോലെയാണ്, പുറത്തേക്ക് ആരോസ് വരച്ച് വെച്ചാൽ മതി. ഇനി നെഗറ്റീവ് ചാർജിൻ്റെ ആണെങ്കിലോ, നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകത്തേക്കാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ നെഗറ്റീവ് ചാർജിലേക്ക് വരിക ചെയ്യണം. സോ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അകത്തേക്കായിരിക്കും. ഇനി അടുത്തത്, രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും എന്നാലോചിച്ച് നോക്കി, പോസിറ്റീവ് ചാർജ് രണ്ടെണ്ണം ഉണ്ടെന്നായിരിക്കും. 16ാമത്തെ ക്വസ്റ്റ്യന് രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നായിരിക്കും. അപ്പം അവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവും തമ്മിൽ ചേരൂല. കാരണം അവർ ഒരേപോലത്തെ ചാർജ് അല്ല, അവർ റിപ്പൽ ചെയ്യും. അപ്പം അവരുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടും, അല്ലെങ്കിൽ അത് അങ്ങ് അകന്നു പോവുള്ളൂ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നുണ്ട്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം അങ്ങ് അകന്നകന്ന് പോവാണ്. കണ്ടില്ല, അതൊരിക്കലും അടുത്തേക്ക് എത്തുന്നില്ല, അത് അകന്നകന്ന് പോകുന്ന രീതിക്ക്. അപ്പം ഇതാണ് പോസിറ്റീവ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. ഇനി ഡൈപോൾ ആണെങ്കിലും എന്താണ് ഡൈപോൾ എന്നുള്ള ഇമ്പോർട്ടൻ്റ് പഠിക്കണം. എന്താണ് ഡൈപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഒരേപോലത്തെ. ഇപ്പോൾ
ഒരു സൈഡിൽ ഒരു 5 കൂളോംബ് ആണെങ്കിൽ ഇപ്പുറത്ത് ഒരു -5 കൂളോംബ്. ഒരേപോലത്തെയാണ് നമ്മൾ ഡൈപോൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുന്ന രീതിക്ക് വരയ്ക്കാം. ഈ 17ാമത്തെ ക്വസ്റ്റ്യനിൽ കാണുന്ന പോലെ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നേരെ പുറത്തേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ അകത്തേക്ക്. 2 പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്ക് വരയ്ക്കുക, പക്ഷേ അത് ടച്ച് ചെയ്യാത്ത രീതിക്ക് വരയ്ക്കുക, ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുന്ന രീതിക്ക് വരയ്ക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ചെണ്ണം വെറുതെ എക്സ്ട്രാ കുറച്ച് വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ അടുത്തൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ചാർജിൽ നിന്ന് എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ല, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇമാജിനറി ആണ്, എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ അത് എത്ര എണ്ണം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്, അത് എത്ര എണ്ണം നമ്മുടെ ഉള്ളൊരു സർഫസിൽ കടന്നു പോകുന്നുണ്ട്. അതായത് ഇവിടെ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ചാർജിൽ നിന്ന് കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ നിന്ന് വന്നിട്ട് നമ്മളിവിടെ ഒരു പേപ്പർ വെച്ചെന്നിരിക്കാം. അപ്പോൾ ചാർജിൽ നിന്ന് കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിനകത്ത് എത്ര എണ്ണം നമ്മളിവിടെ വെച്ചേക്കുന്ന ഈ പേപ്പറിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്ന്, അതിൻ്റെ എണ്ണം, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അങ്ങനെ പറയാതെ നമ്മളൊരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരും. അതിൻ്റെ അകത്തു നിന്ന് എത്ര എണ്ണമാണ് നമ്മൾ വെച്ചേക്കുന്ന ഒരു സർഫസിൽ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് എന്ത്, ഇലക്ട്രിക് ഫ്ലക്സ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിനാണ് നമ്മൾ വിളിക്കുക ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക, അത്രേ ഉള്ളൂ. ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് സെന്റൻസ് ആയിട്ട് പറയാം. ഇലക്ട്രിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ സർഫസ് is the number of electric field lines passing normal through the surface. Electric flux associated with a surface is the number of electric field lines passing normal through a surface. എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലക്സ് ഫൈ is equal to integral E dot ds. ഇക്വേഷൻ കാണാണ്ട് പഠിച്ചോളണം. ഫ്ലക്സ് ഫൈ is equal to integral E dot ds ആണ്. ഫ്ലക്സ് ഫൈ is equal to integral E dot ds ആണ്. ക്ലിയർ ആണല്ലോ? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഈ ഡോട്ട് വന്നാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്ന് +1 പഠിച്ചിട്ടുണ്ട്. സോ നമ്മളത് കോസ് തീറ്റ എന്ന് എഴുതാം. സോ ഇത് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് നോക്കാം. ഫസ്റ്റത്തെ കാര്യം, ഈ ഫ്ലക്സിൻ്റെ യൂണിറ്റുകളാണ് പഠിക്കാൻ വന്നേക്കണേ. അതിൻ്റെ അകത്ത് ഇ ഉണ്ടല്ലോ, ഒരു ഇ ആണെന്നുണ്ടല്ലോ. ഇ എന്താ, ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചായിരുന്നു, ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഡി എസ് എന്താ, ഏരിയ, ചെറിയ ഏരിയ. ഏരിയയുടെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ന്യൂട്ടൺ പെർ കൂളോംബ് ഇൻറ്റു മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് എന്ന് പറയാം. അതായത് നമുക്ക് ഈ യൂണിറ്റ് കണ്ടുപിടിക്കാനായിട്ട് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാലും മതി. ഇത്ര ഉള്ള സംഭവം ഇതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ. ഇത്രയും ക്ലിയർ ആണെങ്കിൽ അടുത്ത ഇലക്ട്രിക് ഡൈപോൾ നോക്കാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ ഇത്ര നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള ചാർജസ്, ഒരു സ്ഥലത്ത് +10 ആണെങ്കിൽ ഇപ്പുറത്ത് -10, അത്രേ ഉള്ളൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആണെന്ത്, ഇലക്ട്രിക് ഡൈപോൾ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്, ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഒന്നുകൂടെ പറയാം, ഒരു സ്ഥലത്ത് -10 ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, +10 ആയിരിക്കും. ഇപ്പുറത്ത് +5 ആണെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും, -5 ആയിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അപ്പോൾ നമ്മളൊരു ദൂരം ഉണ്ടാവും, ഇത് ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ ഒരു സൈഡിൽ നെഗറ്റീവ്, ഒരു സൈഡിൽ പോസിറ്റീവ്. ഇവർ തമ്മിലുള്ള ദൂരം എപ്പോഴും 2a ആയിരിക്കും കേട്ടോ. ഇവർ തമ്മിലുള്ള ദൂരം എപ്പോഴും 2a ആയിരിക്കും, അത് ഓർത്തോളണം. ഇവർ തമ്മിലുള്ള ദൂരം എപ്പോഴും എന്തായിരിക്കും, 2a ആയിരിക്കും. കാണാൻ പഠിച്ചു വെച്ചോളണം. ഇവർ തമ്മിലുള്ള ദൂരം എപ്പോഴും എന്തായിരിക്കും, 2a ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് സംഭവം. ഇനി അടുത്തത്, ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ നമുക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ്, അവർ ഈക്വൽ ആയിരിക്കും, അത്രേ ഉള്ളൂ. അടുത്തത് ഡൈപോൾ മൊമെൻ്റ് ആണ്. അത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഡൈപോൾ എടുത്തല്ലോ,
ആ ഡൈപോൾ എടുത്തതിൽ ഒരു ചാർജ് എടുക്കുക, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 +10 -10 ഉണ്ടെങ്കിൽ അതിലത്തെ 10 എടുക്കുക, എന്നിട്ട് അതിനെ ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 10 ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അത്രേ ഉള്ളൂ. അതായത് ചാർജ് എടുക്കുക, അവർ തമ്മിലുള്ള ദൂരം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ചാർജ് എടുത്തിട്ട് അതിനെ ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത്രേ ഉള്ളൂ ഇത് സംഭവം എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ചാർജ് എടുക്കുക, അതിനെ ആ ദൂരം കൊണ്ട് മൾട്ടിപ്ലൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഇത്രയാണ് ഇത് ചെയ്യാനുള്ളത്. ഇനി നമുക്കിനി യൂണിറ്റ് നോക്കാം. ഡൈപോൾ മൊമെന്റിന്റെ സിമ്പിൾ പി ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ അത് ഉപയോഗം വരും. ഈ പിയുടെ ഇക്വേഷൻ ക്യൂ ഇൻറ്റു 2a. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു ഇവർ തമ്മിൽ ദൂരം എപ്പോഴും എന്തായിരിക്കും? 2a ആയിരിക്കും. സോ ഇവർ തമ്മിൽ ദൂരം പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2a ആണ്. അത് മനസ്സിലാക്കുക. അടുത്തത് ഇവരുടെ യൂണിറ്റ് നോക്കാം. ഇതിൻ്റെ യൂണിറ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ക്യൂ എന്താ? ചാർജ്. അതിൻ്റെ യൂണിറ്റ് കൂളോമ്പാണ്. 2a എന്താ? ഇതൊരു ഡിസ്റ്റൻസ് ആണ്, ഇതൊരു ദൂരമാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് കൂളോം മീറ്റർ ആയിരിക്കും. ക്യൂവിൻ്റെ കൂളോമ്പും 2a മീറ്ററും. സോ കൂളോം മീറ്റർ. ഇനി പോളാറും നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. പോളാറും നോൺ പോളാർ മോളിക്യൂൾസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പറയുന്നതിന് മുമ്പ് പോളാറും നോൺ പോളാറും പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ ജസ്റ്റ് നോക്കാം. അതായത് ഫസ്റ്റത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പ്രത്യേകത. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് പ്രത്യേകത എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പ്രത്യേകത ഫസ്റ്റത്തെ പോസിറ്റീവ് തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കും. പോസിറ്റീവ് നേരെ പുറത്തേക്കാണ്, നെഗറ്റീവ് അകത്തേക്കാണ്. ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യൂല. പിന്നെ ഒരു പോയിന്റിൽ ഡയറക്ഷൻ കിട്ടാനായിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ഒരു ടാൻജന്റ് വരച്ചാൽ മതി. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് കൂട്ടിമുട്ടില്ല. ഇതാണ് എന്ത് പറഞ്ഞിരുന്നത്. പിന്നെ പോസിറ്റീവ് ചാർജിന് പുറത്തേക്കുള്ള വരകൾ വരയ്ക്കുക, നെഗറ്റീവ് ചാർജിന് അകത്തേക്കുള്ള വരകൾ വരയ്ക്കുക. പണം വരയ്ക്കാൻ പറഞ്ഞാൽ ഡൈപോൾ ആണെങ്കിൽ പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ അവസാനിക്കുന്ന രീതിക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരു ആരോ വരച്ച് നെഗറ്റീവിലേക്ക് കൊടുക്കുക. രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എല്ലാം പുറത്തേക്ക് വരയ്ക്കുക, പക്ഷെ അത് കൂട്ടിമുട്ടാത്ത രീതിക്ക് ചെറുതായിട്ട് വരച്ചു വെക്കുക. പിന്നെ പഠിച്ചത് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എണ്ണമാണ്. എന്തിൻ്റെ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം. ഒരു സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം. അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അതിൻ്റെ ഇക്വേഷൻ ഇന്റഗ്രൽ E.ds. പിന്നെ പഠിച്ചത് എന്താണ് ഡൈപോൾ. ഡൈപോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ്, ഒരെണ്ണം +10 ആണെങ്കിൽ ഒരെണ്ണം -10, അവർ തമ്മിലൊരു ഡിസ്റ്റൻസും ഉണ്ടാവും. ഇതാണ് അതിനകത്ത് പഠിച്ചേക്കുന്നത്. പിന്നെ ആ ഡിസ്റ്റൻസ് എപ്പോഴും 2a ആയിരിക്കും. ഓർത്തോണം, ഇത് തമ്മിൽ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? 2a ആയിരിക്കും. ഇനി പോളാറും നോൺ പോളാർ മോളിക്യൂൾസും ആയിട്ടുള്ള വ്യത്യാസം നോക്കാം. പോളാർ മോളിക്യൂൾസിൻ്റെ സെൻറ്റേഴ്സ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. പോളാറും നോൺ പോളാർ മോളിക്യൂൾസും. ഇപ്പം നമുക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് എന്നായിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് NaCl അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. NaCl, Na പോസിറ്റീവ്, Cl നെഗറ്റീവ്. പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ സെൻറ്റർ കൃത്യമായിട്ട് കോയിൻസൈഡ് ചെയ്യൂല. കോയിൻസൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒന്ന് ഇങ്ങനെ വീഴുന്ന രീതിയാണ് കോയിൻസൈഡ് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ജോയിൻ ചെയ്യുന്ന രീതിക്ക്. ഓക്കെ, അങ്ങനെ വരില്ല. പോളർ ആണെങ്കിൽ അങ്ങനെ വരില്ല. ഓക്കെ, സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ്. അതാണ് പോളാർ. ഞാൻ പറഞ്ഞ രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ പറഞ്ഞ് പോളാറിൽ കോയിൻസൈഡ് ചെയ്യില്ല. ഇനി ആദ്യത്തെ പറയാം നോൺ പോളാർ. നോൺ പോളാറിൽ കോയിൻസൈഡ് ചെയ്യും. സെൻറ്റർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് കോയിൻസൈഡ് ചെയ്യും. ഏതിനകത്ത്? പോളാറിൽ. അത്രേ ഉള്ളൂ. ഓക്കെ, നോൺ പോളാറിൽ കോയിൻസൈഡ് ചെയ്യില്ല, പോളാറിൽ അത് എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇനി എൻ്റെ എക്സാമ്പിൾ പഠിച്ചോണം. പോളാറിനകത്ത് വെള്ളമാണ് എക്സാമ്പിൾ H2. നോൺ പോളാറിൽ കാർബൺ ഡൈ ഓക്സൈഡ്, CH4 കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത കുറച്ച് ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് കഴിഞ്ഞാൽ നേരെ അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് അതിൻ്റെ വാല്യൂ മാറത്തില്ല, എല്ലായിടത്തും ഒരേ വാല്യൂ ഉള്ളൊരു ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ
വാല്യൂ ഒരു 10 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 10 ആണെങ്കിൽ ഇപ്പുറത്തും 10 ആയിരിക്കും. എല്ലായിടത്തും 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്തുള്ള ഒരു ഡൈപോൾ ഞാൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഡൈപോൾ അറിയാമല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കൂടുതൽ സാധനം ഒരേപോലത്തെ. അപ്പം അത് കൊണ്ടുപോയി ഞാനൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് എന്ത് സംഭവിക്കുന്നതാണ്. അതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോസിറ്റീവിനും നെഗറ്റീവിനും രണ്ടിനും ഒരു ഫോഴ്സ് കിട്ടും. ഓക്കെ, ഇപ്പോൾ മേളിൽ പോസിറ്റീവ് താഴെ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചു, രണ്ടിനും ഒരു ഫോഴ്സ് കിട്ടും. അപ്പോൾ പോസിറ്റീവിൻ്റെ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് താഴത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, മേളിൽ പോസിറ്റീവും താഴത്തെ നെഗറ്റീവും ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മേളിലേക്കാന്നായിരിക്കും തൽക്കാലത്തേക്ക്. അപ്പോൾ മേളിലത്തെ പോസിറ്റീവ് ചാർജിന് മേളിലേക്കൊരു പുഷ് വരും, താഴത്തെ നെഗറ്റീവ് ചാർജിന് താഴത്തേക്കൊരു പുഷ് വരും. ഓക്കെ, അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ ഒരു പടം കാണുന്നുണ്ടല്ലോ, ആ പടത്തിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് പോസിറ്റീവ് ചാർജ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പോസിറ്റീവ് ചാർജും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നെഗറ്റീവ് ചാർജും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നെഗറ്റീവ് ചാർജിന് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലേ, മേളിലേക്കാണ്, ഒരു ആരോ മേളിലേക്ക് പോകുന്നുണ്ടല്ലേ. ഇലക്ട്രിക് ഫീൽഡ് മേളിലേക്കായതുകൊണ്ട് പോസിറ്റീവ് ചാർജിന് മേളിലേക്കൊരു പുഷ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജിന് താഴത്തേക്കൊരു പുഷ് ആയിരിക്കും. രണ്ടുപേരും ഈക്വൽ ആയതുകൊണ്ട് രണ്ടുപേരുടെ ഫോഴ്സ് ഈക്വലാണ്. രണ്ട് ചാർജും ഈക്വൽ അല്ല, അതുകൊണ്ട് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. അപ്പം മേളിലേക്കൊരു ഫോഴ്സ്, താഴത്തേക്ക് അതേ അളവിലൊരു ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എത്രയും 0 ആയി. അപ്പോൾ അവിടെ ഫോഴ്സ് 0 ആണ്, നെറ്റ് ഫോഴ്സ് 0 ആയി. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു സാധനം, ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം മേളിലേക്ക് ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട്, താഴത്തേക്ക് ഒരു ഫോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കറങ്ങും, ഇങ്ങനെ നടന്നൊരു കറക്കം ഉണ്ടാകും. കറങ്ങി അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു ടോർക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ഇല്ല, പക്ഷെ എന്തുണ്ട്, ടോർക്ക് ഉണ്ട്. ഫോഴ്സ് ഇല്ല, ടോർക്ക് ഉണ്ട്. ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല, ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ ടോർക്ക് ഉള്ളത് കൊണ്ട് റൊട്ടേഷൻ. ഫോഴ്സ് ഇങ്ങനെ ആയിരിക്കും, നമ്മളിങ്ങനെ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിക്കായിരിക്കും, ആ മൂവ്മെന്റ് ഉണ്ടാവില്ല ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ടോർക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഒരു കറക്കം ഉണ്ടാവും, ഒരു കറക്കമുണ്ട്. സോ ടോർക്ക് ഉണ്ട്, സോ റൊട്ടേഷൻ ഉണ്ട്. അത്ര ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി ഒരു ഡൈപോൾ വെച്ചാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവില്ല, പകരം എന്തുണ്ടാവും, ടോർക്ക് ഉണ്ടാവും. ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, അവിടെ ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവില്ല. പക്ഷെ ടോർക്ക് ഉള്ളത് കൊണ്ട് അവിടെ റൊട്ടേഷണൽ മോഷൻ ഉറപ്പായിട്ടുണ്ടാവും. പക്ഷെ ഇതേ സ്ഥാനത്ത് നമ്മൾ ഇതുകൊണ്ട് ഒരു നോൺ യൂണിഫോമിലാണ് എത്തുന്നതെങ്കിലും, നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും, എന്ത് നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, അതായത് എല്ലാ സ്ഥലത്തും പല അളവിലാണ്. ഇവിടെ 10 ആണെങ്കിൽ ഇപ്പുറത്ത് 15 ആയിരിക്കും, ഇപ്പുറത്ത് 15 ആണെങ്കിൽ മേളിൽ 20 ആയിരിക്കും, ഇപ്പുറത്ത് 5 ആയിരിക്കും. അങ്ങനെ പല പല അളവായതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഇല്ലേ, അവർക്ക് ഡിഫറെൻറ്റ് ഫോഴ്സ് ആയിരിക്കും കിട്ടുക. മേളിലേക്ക് കിട്ടുന്ന ഫോഴ്സ് അല്ല താഴെ കിട്ടുന്നത്. അപ്പോൾ ഒരു നെറ്റ് ഫോഴ്സ് ഉണ്ടാവും, ടോർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സും ഉണ്ടാകും, ടോർക്കും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ലേഷണൽ മോഷൻ, അതായത് ഫോഴ്സ് കാരണമുള്ള മോഷനാണ് ട്രാൻസ്ലേഷൻ മോഷൻ, അതും ഉണ്ടാവും. ടോർക്ക് കാരണമുള്ള മോഷനായിട്ടുള്ള റൊട്ടേഷണൽ മോഷനും ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത്ര ക്ലിയർ ആക്കാനുള്ളൂ. പിന്നെ പഠിക്കാനുള്ള അടുത്തൊരു ഡെറിവേഷനാണ്. ഡെറിവേഷനകത്തുള്ള ഇക്വേഷൻസ് ഒക്കെ എന്തായാലും പഠിച്ചോളണം. നമുക്ക് ഡെറിവേഷൻ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അടുത്തത് ഇപ്പോൾ ഗോസ് തിയറമാണ്. ഗോസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചായിരുന്നല്ലോ ഇലക്ട്രിക് ഫ്ലക്സ്. ഇപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്, കാരണം ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷനൊക്കെ എടുക്കണം. ഇപ്പോൾ ഗോസ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഒരു എളുപ്പം ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഇത് ചെയ്യാനായിട്ടൊരു എളുപ്പം ടെക്നിക്ക് കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ ഒരു ചാർജ് ഉണ്ട്, ആ ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസിലാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു 10 കൂളം ഉണ്ടെന്ന് വിചാരിച്ചു, അത് നിങ്ങളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സാധനം ഒരു പാത്രത്തിനകത്ത് അടച്ചു വെച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അത് ക്യൂബ് എപ്സിലോൺ 0 ആയിരിക്കും. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ചാർജ് ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ചെയ്താൽ മതി. അതിലൊന്നും ചെയ്യാനില്ല. എപ്സിലോൺ 0 ഒരു കോൺസ്റ്റന്റ് ആണ്. ഇത്രയും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുള്ളൂ പറയണം. അത്രയും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ സെൻറ്റൻസ് ആയിട്ട് പറയുമ്പോൾ ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 times the total charge enclosed by the surface. നമ്മൾ പറഞ്ഞു തരുന്നതിനെ കുറച്ച് വലുതാക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ. The total electric flux through a closed surface is equal to 1/ε0 times the total charge enclosed by the surface. അത്രേ ഉള്ളൂ. ഇതാണ് പുള്ളി പറഞ്ഞത്.
ജസ്റ്റ് ഇക്വേഷൻ എടുക്കുക, കണ്ടുപിടിക്കുക. സോ 5 is equal to integral E dot ds is equal to q by epsilon 0. അടുത്തത് ഇനി ഇത് വെച്ചിട്ട് ഇതിൻ്റെ കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി പിന്നെ പഠിക്കാനുള്ളത് ഗോസ് ലോയുടെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അതിനകത്തുള്ളൊരു 3-4 കണ്ടുപിടിച്ച് വെച്ചോളൂ. ഫസ്റ്റത്തത് നമുക്ക് ഗോസ് ലോ ഏത് സൈസിനും ഷേപ്പിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ആൻഡ് ഷേപ്പ്. ഫസ്റ്റത്തെ പോയിന്റ്. ഇനി ഗോസ് ലോയിൽ നമ്മളൊരു ചാർജ് എടുക്കുമല്ലോ. ഉദാഹരണത്തിന് ഞാനൊരു ക്ലോസ് സർഫസ്, ഇപ്പോൾ റൂമിലിരിക്കണമെന്ന് വിചാരിക്കാം. റൂമിലിരിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു 2 കൂളോം ഉണ്ട്, ഒരു 5 കൂളോം ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടുപേരുടെ 2 ചാർജ് ഉണ്ട്, ഒരു 2 കൂളോം ഉണ്ട്, 5 കൂളോം ഉണ്ട്. ഇപ്പോൾ ഗോസ് ലോ ചെയ്യുമ്പോൾ ഞാൻ എടുക്കേണ്ട ചാർജ് അപ്പോൾ എത്ര ആയിരിക്കും? 2 അല്ല 5 അല്ല, രണ്ടും കൂടെ കൂട്ടിയിട്ട് 7 ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ചാർജ്, ദ ചാർജ് ഇൻക്ലൂഡ്സ് ദ സം ഓഫ് ഓൾ ചാർജസ് ഇൻക്ലൂഡ്സ് ബൈ ദ സർഫസ്. ആ സർഫസിലുള്ള എല്ലാ ചാർജിനോടും സം ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് ഗോസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർഫസിന് വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. സിമ്പിളാണ്. ദ സർഫസ് ദാറ്റ് വി ചൂസ് ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ ഇസ് കോൾഡ് ഗോസിയൻ സർഫസ്. ഗോസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർഫസ് ആണ് എന്ത്? ഗോസിയൻ സർഫസ്. അടുത്തത് ഗോസ് ലോ നമുക്ക് സിമെട്രിക്കലും അസിമെട്രിക്കലും വർക്കാവും. പക്ഷെ സിമെട്രിക്കാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. അത്രേ ഉള്ളൂ. ഗോസ് ലോ നമുക്ക് സിമെട്രിക്കലും വർക്കാവും അസിമെട്രിക്കലും വർക്കാവും. പക്ഷെ സിമെട്രിക് ആണെങ്കിൽ കുറച്ചുകൂടെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. എന്താ പറയുന്നത്? ക്ലിയർ ആണല്ലോ? ഗോസ് ലോ സിമെട്രിക്കലും വർക്കാവും അസിമെട്രിക്കലും വർക്കാവും. പക്ഷെ സിമെട്രിക് ആണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. അത്രയും പഠിച്ചാൽ മതി. ഓക്കെ, ഇതാണ് അതിൻ്റെ ഗോസ് ലോയുടെ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി എന്താണ് ഗോസിയൻ സർഫസ്? ഗോസിയൻ സർഫസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഗോസിയൻ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ് ലോയുടെ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ എടുക്കുന്ന സർഫസ് ആണ് ഗോസിയൻ സർഫസ്. അതൊരു 3 ഡയമെൻഷണൽ ഇമാജിനറി സർഫസ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഗോസിയൻ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ഇമാജിനറി സർഫസ് ആണ് ഗോസിയൻ സർഫസ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനാണ് 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു ക്യൂ ചാർജ് ഒരു ക്ലോസ്ഡ് സ്ഫിയറിനകത്ത് ഇരിക്കുമെന്നിരിക്കും. 37ാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര ആയിരിക്കും? Q by epsilon 0 ആയിരിക്കും. പറഞ്ഞ പോലെ ഗോസ് ലോയുടെ യൂസ് അതാണല്ലോ. ഒരു ക്ലോസ് സർഫസിലൊരു ചാർജ് ഉണ്ടെങ്കിൽ ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര ആയിരിക്കും? Q by epsilon 0 ആയിരിക്കും. ഇനി അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യന്. 41ാമത്തെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനാണ്. അതായത് ഒരു ക്ലോസ് സർഫസിനകത്ത് ഒരു ഡൈപോൾ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര ആയിരിക്കും? ഒരു ക്ലോസ് സർഫസിൽ ഒരു ഡൈപോൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അത് ഭയങ്കര എളുപ്പമാണ്. അതായത് ഇപ്പോൾ ഡൈപോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരെണ്ണം 5ഉം ഒരെണ്ണം -5 ആയിരിക്കും എന്നായിരിക്കും. ഡൈപോൾ അല്ല. ഇപ്പോൾ ടോട്ടൽ ചാർജ് എത്രയും? 5 + -5 0. ഇപ്പോൾ ഗോസ് ലോക്ക് അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ എന്താ? Q by epsilon 0 അല്ലേ? ഇപ്പോൾ Q 0 ആണ്, ചാർജ് 0 ആണ്. സോ നമ്മുടെ ടോട്ടൽ ഫ്ലക്സ് എത്ര ആയിരിക്കും? 0 by epsilon 0 അല്ലെങ്കിൽ 0 ആയിരിക്കും. അത്ര ഉള്ളത്. അതുകൊണ്ടാണ് ഡൈപോളിൻ്റെ കേസ് ഇത്രയും 0 ആയിപ്പോയത്. കഴിഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ തിയറി ആയിട്ട് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിനകത്ത്. ബാക്കിയുള്ളതെല്ലാം പ്രോബ്ലംസും പിന്നെ അതിൻ്റെ ഒരു ഡെറിവേഷൻസും ആയിരിക്കും.